ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങൾ നമ്മൾക്ക് സുപരിചിതമാണ്. ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള ഭാഗമാണ്. പക്ഷെങ്കിൽ എനിക്ക് ഈ ദിവസങ്ങളിൽ കിട്ടിയതായ ചെറിയ ആലോചനകൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഇവിടെ അപ്പോസ്തല പ്രവൃത്തികളുടെ 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു 3 കൂട്ടർക്ക് വിടുതൽ ലഭിച്ചത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 3 കൂട്ടർക്ക്. അതിൽ ഒന്നാമത്തെ കൂട്ടരാണ് പൗലോസും ശീലാസും. അവർക്കെങ്ങനെ വിടുതൽ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അവർ ആരാധനയിലാണ് അവർക്ക് വിടുതൽ ലഭിച്ചത്. അവരുടെ അർദ്ധരാത്രിയിലെ ആരാധനയിൽ. ഒരുപക്ഷെ അവർ ചിന്തിച്ചിരുന്നില്ല ഞങ്ങൾ ആരാധിച്ചാൽ ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുമെന്ന്. പക്ഷെങ്കിൽ തേജസ്സുള്ള വെളിച്ചം കണ്ട അവർക്ക് പൗലോസിന് പൗലോസ് ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാനായിട്ട് പോകുന്നതായ സമയത്ത് കർത്താവിൻ്റെ തേജസ്സുള്ള വെളിച്ചം കണ്ട വ്യക്തിയാണ്. ആ തേജസ്സുള്ള വെളിച്ചം കണ്ട വ്യക്തിക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ പൗലോസ് ഏത് സ്ഥാനത്ത് ആണ് കർത്താവിനെ ആരാധിച്ചതെന്ന് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അവിടെ അർദ്ധരാത്രിയുടെ യാമത്തിലെ ആരാധന, ചന്തസ്ഥലത്ത് വലിച്ചിഴച്ചുകൊണ്ട് പോയ മുറിവേറ്റ ശരീരം, മുറിവുകളേറ്റ വ്യക്തി, ഇപ്പോൾ സ്തുതിക്കാനോ ആരാധിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കിടക്കുന്നൊരു വ്യക്തി. എങ്ങനെയെന്ന് ചോദിച്ചാൽ കാൽ ആമത്തിലിട്ട് പൂട്ടിയിരിക്കുന്നു, കയ്യിൽ ചങ്ങല. വായ്ക്ക് ബന്ധനമില്ലല്ലോ. പൗലോസും ശീലാസും ദൈവത്തെ പാടി ആരാധിച്ചു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർക്ക് പിറുപിറുപ്പില്ല. കാരണം എന്ത്? തേജസ്സുള്ള വെളിച്ചം കണ്ട ആ വ്യക്തി എങ്ങനെ പിറുപിറുക്കാനായിട്ട് കഴിയും? അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. അനന്യാസ് ശൗലിന് കാഴ്ച കൊടുക്കുന്നതായ കാര്യം 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അനന്യാസിനോട് ദൈവം പറഞ്ഞൊരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, പൗലോസിന് വേണ്ടി പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരു കാര്യം കാണിച്ചത് എന്തെന്ന് ചോദിച്ചാൽ, അനന്യാസിനോട് പറയുകയാണ്, എൻ്റെ നാമം വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മാനപാത്രമാണ്. അന്നേരം ദൈവത്തിൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മാനപാത്രമാകുന്ന പൗലോസ് യേശു ചെയ്തതുപോലെയുള്ളതായ ജീവിത അനുഭവത്തിലൂടെ ആണ് കടന്നു പോകേണ്ടത് എന്ന് പൗലോസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ അനുഭവത്തിൽ പോകുന്നതായ സമയത്ത് ദൈവത്തെ പാടി സ്തുതിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയിൽ വിടുതലിനായിട്ട് ആഗ്രഹിച്ചില്ല. എങ്കിലോ ആരാധനയിൽ ചങ്ങലകൾ അഴിഞ്ഞു, കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു. എങ്കിലും അവർ രക്ഷപ്പെട്ടില്ല. അതാണ് 35 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത്. നേരം പുലർന്നപ്പോൾ, രാത്രിയിലാണ് ഇത് സംഭവിക്കുന്നത്, നേരം പുലർന്നപ്പോൾ അധിപതികൾ കോൽക്കാരെ അയച്ച് ആ മനുഷ്യരെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. രക്ഷപ്പെടാനുള്ളതായ സാഹചര്യങ്ങൾ പല ഉണ്ടായിട്ടും അവർ രക്ഷപ്പെട്ടില്ല. അധിപതികൾ ഈ പൗലോസിനെ ശീലാസിനെയും വിട്ടയക്കാനുള്ളതായ ക്രമീകരണം അവരുടെ ഉള്ളിൽ ദൈവം കൊടുത്തു. എന്നാൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 37-ാമത്തെ വാക്യത്തിൽ, റോമാ പൗരന്മാരായ ഞങ്ങളെ അവർ വിസ്താരം കൂടാതെ പരസ്യമായി അടിപ്പിച്ചു, തടവിലാക്കിയല്ലോ. ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ വിട്ടയക്കുന്നു, പുറത്താക്കുന്നുവോ? അങ്ങനെയല്ല, അവർ തന്നെ വന്ന് ഞങ്ങളെ പുറത്താക്കി കൊണ്ടുപോകട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ രഹസ്യമായിട്ട് പോകുന്ന അനുഭവത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല.
ഞങ്ങളെ തന്നെ അവർ വന്ന് പുറത്ത് കൊണ്ടുപോകട്ടെ എന്ന് പറയുന്നതായ ഒരനുഭവം. ചങ്ങല അഴിഞ്ഞു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെല്ലാം തുറന്നു. പക്ഷെങ്കിൽ അവർക്ക് രക്ഷപ്പെടാമായിരുന്നു, അവർ ഓടി രക്ഷപ്പെട്ടില്ല. എന്താ രക്ഷപ്പെടാഞ്ഞത്? കാര്യമുണ്ട്. ദൈവം ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മാനപാത്രമായിട്ടാണ്. അവിടെ ആക്കിയത്, പൗലോസിനെ ആക്കിയത്, നമ്മൾ ചിന്തിക്കും പൗലോസ് ഉപദ്രവകാരിയായിട്ട് ചില കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് പൗലോസിനെ അവിടെ ആക്കിയെന്നല്ല, ആണ്. എന്നാൽ യഥാർത്ഥമായിട്ടുള്ള കാര്യം, അവിടെ ചിലരെ വീണ്ടെടുക്കാനായിട്ട് ദൈവം പദ്ധതി ഒരുക്കിയിരുന്നു. അതിനുവേണ്ടിയാണ് പൗലോസ് ശീലാസ് ഓടി രക്ഷപ്പെടാതിരുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് കണ്ടത് നമ്മൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും വിടുതലാണ്. അവർ ആരാധിച്ചപ്പോഴാണ് അവർക്ക് വിടുതലുണ്ടായത്. ഇന്ന് പല ആരാധനകളിലും ദൈവം വിടുതൽ അയക്കുന്നതായിട്ട് നമുക്ക് കാണാമല്ലോ, കണ്ടിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളുടെ ആരാധനയിൽ നമ്മൾക്ക് വിടുതൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ, എനിക്ക് വിടുതൽ ലഭിക്കുമോ എന്ന് ചോദിക്കുന്ന പലരും എന്നെ കേൾക്കുന്നുണ്ടാകാം. കൂട്ടരെ അവിടെ കാണുകയാണ്, തടവുകാർ. അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. എന്ത് ശ്രദ്ധിച്ചു? അവർ നോക്കിയപ്പോൾ അവരെക്കാൾ ശ്രദ്ധയോടുകൂടി തടവറയിലാക്കിയിരിക്കുന്ന 2 പേര്. അവർക്ക് വിറുവിറുപ്പില്ല. അവർ വേദനയിലും മുറിവിൽ കൂടെ രക്തം പൊഴിക്കൊണ്ടിരിക്കുകയാണ്. അവർ വേദനയിലും ദൈവത്തെ ആരാധിക്കുന്നു. അവർ ഉറങ്ങുന്നില്ല, പാടി സ്തുതിക്കുന്നത് കാണുന്നു. ഈ കാണുക മാത്രമല്ല, അവർ എന്താണ് ചെയ്തതെന്ന് ശ്രദ്ധിച്ചു കേട്ടു, ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. നമുക്കറിയാം, എല്ലാവരെയും ഒരു സെല്ലിലല്ല അടച്ചിരിക്കുന്നത്, വിവിധ സെല്ലുകളിലാണ് അവരെ അടച്ചിരിക്കുന്നത്. എന്നാൽ ആ സൗണ്ട് കേട്ടപ്പോൾ എവിടെയാണ് എന്ന് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു, എന്താണ് എന്ന് അവർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. ആ വചനം ശ്രദ്ധിച്ചവരുടെ ചങ്ങലയും അഴിഞ്ഞതായിട്ട് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അവിടെ 26-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. എല്ലാവരും എന്ന് പറയുമ്പോൾ പൗലോസ് ശീലാസ് മാത്രമല്ല, ഈ തടവറയിൽ കടന്നതായ വചനം ശ്രദ്ധയോടെ കേട്ട അവരുടെ ചങ്ങലകളും അഴിയുന്നത് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, ഈ വചനത്തെ ആര് ചെവി കൊടുത്തിട്ടുണ്ടോ, വചനം ശ്രദ്ധയോടുകൂടി കേട്ടിട്ടുണ്ടോ, അവരുടെ ബന്ധനങ്ങൾ അഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ജന്മനാൽ ക്രിസ്ത്യാനികളാണ്. ഞാൻ ഉൾപ്പെടെ ക്രിസ്ത്യാനിയാണ്. പക്ഷെങ്കിൽ എത്രയോ ജനനം മുതൽ നമ്മൾ വചനം കേൾക്കുന്നു. ശ്രദ്ധയോടെയാണോ ഇത് എല്ലാം കേട്ടിട്ടുള്ളത്? നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. വചനം ശ്രദ്ധിച്ച് കേട്ടിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില ബന്ധനങ്ങൾ അഴിഞ്ഞു പോയേനെ. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ അഴിയുന്നില്ല? വചനം കേൾക്കുന്നുണ്ട്, ഒരു ചെവിയിൽ കൂടെ കേട്ട് മറു ചെവിയിൽ കൂടി പോകുന്ന ഒരനുഭവമാണ്. അതല്ല, വചനം ശ്രദ്ധിച്ച് കേൾക്കുന്നുവെങ്കിൽ നമ്മുടെയും ചങ്ങലകൾ, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. എനിക്കിവിടെ അതിശയകരമായിട്ട് തോന്നിയത്, ഇവരുടെ ബന്ധനം അഴിഞ്ഞെങ്കിലും ഇവരും ഓടി രക്ഷപ്പെട്ടതായിട്ട് അവിടെ കാണുന്നില്ല. താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെങ്കിൽ അവർ ആത്മീയ രക്ഷ പ്രാപിച്ചിട്ടില്ല എന്ന് ഒരു സത്യം കൂടിയുണ്ട്. അവരുടെ ജീവിതത്തിൽ ബന്ധനം അഴിഞ്ഞു. ഇന്നും പലരുടെയും ജീവിതത്തിൽ വചനം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്, ബന്ധനം അഴിയുന്നുണ്ട്. പിന്നത്തേതിൽ അവർ വീണ്ടും പലപ്പോഴും ബന്ധനങ്ങളിലാകുന്നുണ്ട്. ബന്ധനമഴിഞ്ഞ ആ വ്യക്തികൾക്ക് രക്ഷ കിട്ടിയിട്ടില്ല എന്ന് നാം ഈ വേദഭാഗത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവരുടെ ബന്ധനമഴിഞ്ഞു, അവർ രക്ഷ പ്രാപിച്ചു. പക്ഷെങ്കിൽ അവർ ബന്ധനത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു, അവർ ഓടി രക്ഷപ്പെട്ടില്ല. രണ്ടാമത്തെ കൂട്ടരാണ് വചനം ശ്രദ്ധിച്ചിരുന്ന അവർക്ക് വിടുതൽ ലഭിച്ചത്. മൂന്നാമതൊരു വ്യക്തിയെ
കുടുംബത്തെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറായ കാരാഗ്രഹ പ്രമാണി. നാം ഒന്ന് ചിന്തിക്കണം. ഉത്തരവാദിത്വത്തോടുകൂടി ഒരു ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിൽ പൂട്ടിയിരിക്കുന്നു. ആമത്തിൽ അവരുടെ കാലും കൈയും എല്ലാം ബന്ധിച്ചിരിക്കുന്നു. പുറത്ത് കാവൽ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ ഉറക്കത്തിലായിരുന്ന ഒരു കാരാഗ്രഹ പ്രമാണി. നമ്മളെയും പലപ്പോഴും എന്തെങ്കിലും ജോലികളൊക്കെ ഏൽപ്പിച്ചാൽ ഉദാസീനതയോടെ ചെയ്യുന്നതായ അനുഭവങ്ങൾ നമ്മുടെയും ജീവിതത്തിലില്ലേ? ആരും കാണുന്നില്ല, അവർ സെക്യൂരിറ്റി ആയിട്ട് കിടക്കുകയാണ്, അവർ നല്ല സെക്യൂറായിട്ട് കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉദാസീനതയോടെ നാം അലസരായിട്ട് ഉറങ്ങുന്ന അനുഭവമില്ലേ നമ്മുടെ ജീവിതത്തിൽ? അതിൻ്റെ പിന്നത്തേതിൽ നമ്മൾക്ക് നിരാശപ്പെടേണ്ടി വരും. ഈ പൗലോസും ശീലാസും തടവിലായിരുന്നവരും രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഈ കാരാഗ്രഹ പ്രമാണിയുടെ അവസ്ഥ എന്തായിരുന്നു? പക്ഷെങ്കിൽ ഇവരാരും രക്ഷപ്പെട്ടില്ല. കാരാഗ്രഹ പ്രമാണി ഉറക്കം ഉണർന്നു വന്ന് നോക്കുമ്പോൾ കാരാഗ്രഹത്തിൻ്റെ വാതിലെല്ലാം തുറന്നു കിടക്കുന്നു. കാരാഗ്രഹത്തിൽ അടച്ചിടുന്നവർ ജാഗ്രതയോടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചവരെല്ലാം ഒരുപക്ഷെ രക്ഷപ്പെട്ട് കാണും എന്ന് വിചാരിച്ചിട്ട് വാളൂരി ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയപ്പോൾ വാളും കൊണ്ട് നടക്കുകയാണ്. കാരണം ഇവർ രക്ഷപ്പെടുന്നെങ്കിൽ അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തണമല്ലോ. പക്ഷെങ്കിൽ അങ്ങനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനിരുന്നതായ ആ വാളൂരി സ്വയം ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ പൗലോസും ശീലാസും പറയുകയാണ്, നിനക്ക് ഒരു ദോഷവും വരുത്തരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് കാരാഗ്രഹ പ്രമാണിക്ക് ഭയങ്കരമായിട്ട് അതിശയമായി. കാരാഗ്രഹത്തിൻ്റെ വാതിലെല്ലാം തുറന്നു കിടക്കുകയാണ്, ഇതെന്താണ് സംഭവിച്ചത്? എങ്കിലും ഇവരാരും ഓടി രക്ഷപ്പെട്ടിട്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് ഇതിൻ്റെ പിന്നിൽ എന്തോ വലിയൊരു അനുഗ്രഹമുണ്ട് എന്ന് കാരാഗ്രഹ പ്രമാണിക്ക് മനസ്സിലായത്. കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്ന ഒരു ചോദ്യം 30-ാമത്തെ വാക്യത്തിൽ, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? കാരാഗ്രഹത്തിൽ കിടക്കുന്ന തടവുകാരാണ്, അവരെ വിളിക്കുകയാണ് യജമാനന്മാരെ ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അതിന് മറുപടി കൊടുത്തത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നാണ്. കുടുംബത്തലവനായിരിക്കുന്നതായ കാരാഗ്രഹ പ്രമാണി കർത്താവായ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ കുടുംബം രക്ഷപ്പെടുമെന്ന്. എനിക്കിതിനകത്തുനിന്ന് നല്ലൊരു ദൂത് നിങ്ങളോട് പറയുവാനുള്ളത്, കുടുംബത്തിൻ്റെ ഗ്രഹനാഥനായിരിക്കുന്ന തലവനായിരിക്കുന്ന നിങ്ങൾ രക്ഷപ്പെട്ടാൽ കുടുംബം രക്ഷപ്പെട്ടു, കുടുംബം രക്ഷ പ്രാപിച്ചു. ഇവിടെ ഒരുപക്ഷേ അങ്ങനെ രക്ഷ പ്രാപിക്കാൻ ഞാൻ മാത്രം കേട്ടാൽ പോരല്ലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം കാരാഗ്രഹ പ്രമാണി അവിടെ താഴോട്ട് വായിക്കുന്നതാണ്. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാം അവരും താമസിയാതെ സ്നാനമേറ്റു. ഞാൻ മാത്രം കേട്ടാൽ പോരാ, എൻ്റെ കുടുംബവും കൂടെ കേൾക്കണം എന്ന് ചിന്തിച്ചിട്ട് അവരിൽ നിന്ന് വചനം കേൾക്കുവാൻ കുടുംബം ഒന്നായി തയ്യാറായി. എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഇവിടെ പറയുകയാണ്, രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നതെല്ലാം അവിടെ പ്രത്യേകം പറയുന്നുണ്ട്. ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനമേറ്റു. രാത്രിയിലെ സ്നാനം നമ്മൾക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? പകൽ തന്നെ ഒളിച്ചും പാത്തും പലരും സ്നാനപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ രക്ഷ പ്രാപിച്ച ആ സമയം തന്നെ ഇനി മാറ്റിവെക്കേണ്ട എന്ന് ചിന്തിച്ചിട്ട് എത്യോപ്യയിലെ രാജ്ഞിയുടെ ഷണനെ പോലെ ഇവിടെ കാരാഗ്രഹ പ്രമാണി രാത്രിയിൽ തന്നെ സ്നാനം ഏൽക്കുന്നത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. 3 കൂട്ടരെ നാം ഇവിടെ കണ്ടു. പൗലോസ് ശീലാസ് ആരാധനയിൽ വിടുതൽ ലഭിച്ചു. വചനം കേട്ട തടവുകാർക്ക് അവരുടെ ശരീരത്തിൽ വിടുതൽ ലഭിച്ചു. ആത്മഹത്യയ്ക്കൊരുങ്ങിയ കാരാഗ്രഹ പ്രമാണിക്ക് കുടുംബം രക്ഷപ്പെട്ടു.
നാം ഇതിൽ ഏത് കുടുംബത്തിൽപ്പെടുന്നു, ഏത് 3 കാറ്റഗറിയിലുള്ളവരെ നാം കണ്ടു. നാം ഇതിൽ ഏത് കൂട്ടത്തിൽ പെടുന്നു? ഇന്ന് പലർക്കും ശാരീരിക വിടുതൽ മാത്രം മതി, രക്ഷ വേണ്ട. പ്രിയ ദൈവമക്കളെ, രക്ഷ പ്രാപിച്ചാൽ നമ്മൾക്ക് ഈ ലോക ജീവിതത്തിൽ മാത്രമല്ല, ഒരു നിത്യതയിൽ മരണമില്ലാത്തൊരു ജീവിതം കൂടെയുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവനും രക്ഷിക്കപ്പെടുന്നു. വിശ്വസിക്കാത്തവൻ ശിക്ഷാവധിയിലകപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുന്നവനും രക്ഷിക്കപ്പെടുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കാതെ പോയി സ്നാനമേറ്റാൽ ശിക്ഷാവധി ഉണ്ടെന്നുള്ളത് നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. എന്നാൽ ഈ വിശ്വസിച്ചുകൊണ്ട് ഇനി സ്നാനമേൽക്കേണ്ടത് എൻ്റെ ജീവിതത്തിലെ ആവശ്യമാണെന്നുകൊണ്ട് അധികം താമസിക്കാതെ സ്നാനമേൽക്കുകയും വേണം. കാരാഗ്രഹ പ്രമാണിയെ രക്ഷയുടെ അനുഭവത്തിലേക്കാക്കുവാൻ പൗലോസിനെ കാരാഗ്രഹത്തിലാക്കി. നാം പലപ്പോഴും ചിന്തിക്കും, നമുക്ക് ഈ കഷ്ടത വന്നതെന്ത്, നമുക്ക് ഈ പ്രയാസം വന്നതെന്ത്? ദൈവത്തിന് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഉദ്ദേശം കാണും, എന്തെങ്കിലും ഉദ്ദേശം കാണും. ആർക്കെങ്കിലും രക്ഷിക്കപ്പെടുവാനുള്ളതായ അനുഭവമായിരിക്കാം. അതിൽ പിറുപിറുക്കാതെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ചാൽ നമ്മളും നമ്മോടൊപ്പം ആരൊക്കെ ആയിരിക്കുന്നോ അവരും രക്ഷ പ്രാപിക്കും. കാരാഗ്രഹം ഒന്നടങ്കം, കാരാഗ്രഹ തടവുകാർ ഉൾപ്പെടെ, കാരാഗ്രഹ പ്രമാണി ഉൾപ്പെടെ രക്ഷിക്കപ്പെടുവാൻ ശൗലിനെയും പൗലോസിനെയും കാരാഗ്രഹത്തിലാക്കിയത് ഇടയാക്കി. പ്രിയ ദൈവമക്കളെ, നമ്മെ തന്നെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ രക്ഷ എനിക്കും വേണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട്, നമുക്ക് സമർപ്പണത്തിലാകുവാനായിട്ട് സാധിക്കുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്നേഹസമ്പൂർണനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് സ്തോത്രം. മാറ്റമില്ലാത്ത വചനങ്ങളിലൂടെ നീ അടിയങ്ങളോട് സംസാരിച്ചല്ലോ. കാരാഗ്രഹ പ്രമാണി, ആത്മഹത്യയിലേക്ക് ഒരുങ്ങിയ കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെട്ടതുപോലെ, കുടുംബം രക്ഷിക്കപ്പെട്ടതുപോലെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതുപോലെ ഞങ്ങളും ആ പാതയിലാകുവാൻ ഞങ്ങളെ തന്നെ ഇടയാക്കണമേ. അതിനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അതിനായിട്ട് നീ അടിയങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളെ ഏത് സമയവും ആരാധിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. കഷ്ടത്തിലും രോഗത്തിലും ദുഃഖത്തിലും വേദനയിലും അർദ്ധരാത്രിയുടെ യാമത്തിലും ഉണർന്ന് ആരാധിപ്പാൻ ദൈവമേ നീ അടിയങ്ങൾക്ക് ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.